ഒഴിക്കണം. വെളിച്ചെണ്ണയായിരിക്കും നല്ലത്. അല്പം കടുക് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടട്ടെ. കൊച്ചുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിരിക്കുന്നു. പുളിയും ഇട്ടു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂക്കുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും പുളിയും എല്ലാം കൂടെ ഒന്ന് വാട്ടാം. ആവശ്യത്തിനിടാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ഇടുന്നത്. ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നു. ഉലുവ ഇട്ടില്ലേ? അല്പം ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ള. ഇനി അതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നമുക്കൊന്ന് അടച്ച് വെച്ച് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചൂര ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചൂരക്കറി റെഡി ആയിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.